2 ലെനിൻ ഉണ്ട്, അത് കൺഫ്യൂഷൻ ആവരുത്. എഡിറ്റർ ബി ലെനിൻ എൻ്റെ ഗുരുനാഥൻ, ഈ അസോസിയേറ്റ് ലെനിൻ എന്ന് പറയുന്നത് ഉലോഹം സിനിമയിലെ കോ ഡയറക്ടർ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ കോ ഡയറക്ടർ ജോലി, അതായത് കോ ഡയറക്ടറായിട്ട് അടുത്ത ഡയറക്ടർ ആവണമെന്നുള്ളൊരു എയിമൊന്നും പുള്ളിക്ക് അങ്ങനൊരു ശ്രമമൊന്നുമില്ല. അദ്ദേഹം ഈ പറഞ്ഞ പോലെ മദ്യപാനത്തിൽ ഡിഗ്രിയും കഴിഞ്ഞ് അടുത്ത സെക്ഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ആ പുള്ളിയുടെ കൂടെ ഞാനും ആ കോളേജിൽ എനിക്കും അഡ്മിഷൻ കിട്ടി. അങ്ങനെ കുടിയും കഴിഞ്ഞ് രാത്രി റൂമിൽ വന്ന് കിടക്കും. വരുന്നത് സൈക്കിളുണ്ട്, ആ സൈക്കിൾ ചിലപ്പോൾ തട്ടിയും മുട്ടിയും വീണും എണീറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും, വന്ന് അവിടെ കിടക്കും. വെളുപ്പിന് ഒരു 3 മണി 4 മണിയാകുമ്പോൾ ഒരു ചിലങ്കയുടെ സൗണ്ട് കേൾക്കും. അപ്പോൾ ആ ചിലങ്ക, അപ്പം ഈ ചിലങ്കയുടെ കേൾക്കുമ്പോൾ ഈ ആദ്യം നമുക്ക് വരുന്നത് മാരിയമ്മയാണ്. നമ്മൾ കേട്ട കുഞ്ഞ് നാളിൽ കേട്ട മാരിയമ്മയുടെ കഥയൊക്കെ തന്നെ. പിന്നെ മാരിയമ്മയല്ല എന്ന് മനസ്സിലായി, അത് അപ്പുറത്തെ ഒരു ഫാമിലി ഉണ്ട്. പിന്നെ ഈ ഒരു വീട്ടിൽ തന്നെ ഓരോ മുറി വാടകയ്ക്ക് കൊടുത്തേക്കാം. അപ്പോൾ അതുകൊണ്ട് അപ്പുറത്ത് ഇപ്പുറത്തുള്ള അനക്കങ്ങളും സംസാരങ്ങളും കേൾക്കാം. അപ്പോൾ ഇത് കേട്ടു. അപ്പോൾ ഇതാരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായി. ഈ 3 മണിക്ക് അങ്ങോട്ട് പോകുന്ന ചിലങ്കയുടെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഒരു 5-5:30 ആകുമ്പോൾ ഈ ബാത്റൂം എൻ്റെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, കോമൺ ബാത്റൂമാണ്. അപ്പോൾ കുളിമുറിയും കക്കൂസും വേറെ വേറെയാണ്. അപ്പോൾ ഒരു 5:30-5:45 ആകുമ്പോൾ ഈ ചിലങ്ക ബാത്റൂമിൻ്റെ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ ചിലങ്ക എന്ന് വെച്ചാൽ ഒരു പാദസരമല്ല, ചിലങ്കയാണ്. ഭയങ്കര കിൽ 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 എന്ന് പറഞ്ഞിട്ടുള്ള ചില ചിൽ അങ്ങനത്തെ ഒരു സാധനം. കില്ലല്ല കേട്ടോ, ചിൽ ചിൽ എന്ന് പറയുന്ന ചിലങ്ക. അപ്പോൾ ഒന്നാമത് നമ്മളിൽ നല്ല ഒരു കാമിയുണ്ട്, വയസ്സതാണ്. നല്ല എന്താ പറയുക, മദ്യപാനവും സെക്സും ഒക്കെ ഇങ്ങനെ തുടിച്ച് നിൽക്കുന്ന പ്രായമാണ്. അപ്പോൾ ഇതാരാണ്, നമുക്ക് കാമുകിയാവാൻ പറ്റുമോ, കാമുകിയാക്കാൻ പറ്റുമോ നോക്കണം. അങ്ങനെ ഈ ആളെ കാണാനായിട്ട് നോക്കും. അപ്പോൾ അവർ ബാത്റൂമിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡ്രസ്സുകൾ ഇങ്ങനെ പുറത്തേക്ക് ഇടും. അത് കഴിഞ്ഞ് കുളി കഴിയും. അപ്പോൾ നമ്മൾ കയറി ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറും. അപ്പോൾ ഞാൻ റൂമിൽ പിന്നെ എനിക്ക് മെഡിറ്റേഷൻ ഉണ്ട്. മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ അതിലേക്ക് നോക്കി നിൽക്കുക, കോൺസെൻട്രേഷൻ. തന്നെത്താനെ കുറേ അഭിനയ പരിശീലനങ്ങളൊക്കെ ഉണ്ട്. കണ്ണാടി വെച്ചിട്ട് അഭിനയിക്കുക, ഈ കിറികൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുക. പിന്നെ ഈ ഇതിങ്ങനെ പിടിച്ചിട്ട് കണ്ണുരുട്ടുക, കഥകളിയുടെ കുറച്ച് സാധനങ്ങൾ, ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദം കേട്ട് എണീറ്റ് നോക്കിയപ്പോൾ ആ ശബ്ദം അങ്ങ് പോയി. ആളെ കാണാൻ പറ്റില്ല. ഒരു ചെറിയ ബാക്ക് മുടിയുണ്ട്. അപ്പോൾ പെണ്ണാണെന്നുള്ള കാര്യം മനസ്സിലായി. പെണ്ണാണെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഇങ്ങനെ 2-3 ദിവസം കാണാനായിട്ട് ശ്രമിച്ചു. ഈ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഇത് കാണാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും ഉച്ച സമയത്തൊക്കെ നോക്കിയിട്ടുണ്ട്, അവിടെ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അവിടെ ഒരു അമ്മൂമ്മയല്ല, ഒരു അച്ഛനും അമ്മയും. അപ്പോൾ അവരുടെ മോളാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ മോള് 3 മണിക്ക് വരുന്നത് എന്താ, രാത്രി എപ്പോഴാണ് അത് പോണത്? ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഭയങ്കര സംശയമായി. അങ്ങനെ ഒരു ദിവസം ഈ പറഞ്ഞ 5:45-6 മണി സമയത്ത് ഈ കുളിക്കണ സമയമുണ്ടല്ലോ, ആ സമയത്ത് അത് അകത്ത് കയറിയപ്പോൾ മുതൽ ഞാൻ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആളിറങ്ങിയപ്പോൾ അതൊരു തിരുനങ്കയായിരുന്നു. തിരുനങ്ക എന്ന് പറയുന്നത് അറിയാമല്ലോ, ട്രാൻസ്ജെൻഡർ. അപ്പോൾ അങ്ങനെ കണ്ടു, നമ്മളുടെ മറ്റു പ്രതീക്ഷയൊക്കെ പോയി. അപ്പോൾ ഈ തിരുനങ്ക എന്നെയും നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവരുമായിട്ട് പിന്നീട് സൗഹൃദത്തിലായി. എന്താ പറയുക, അവരെനിക്ക് അത്യാവശ്യം ഇടയ്ക്ക് പൈസയൊക്കെ തരും. അവർ ഈ 3 മണിക്ക് കയറി വരുന്നത് അവരുടെ തൊഴിൽ കഴിഞ്ഞിട്ടാണ്. ഒരു കാര്യം പറയാം,
ഞാൻ ഇവിടെ ഈ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയുടെ പ്രോഗ്രാം ഡയറക്ടറോട് പറഞ്ഞു, ഞാൻ നുണ പറയില്ല, പക്ഷേ പല സത്യങ്ങളും എനിക്ക് മറച്ചു വെക്കേണ്ടി വരുമെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ജീവിക്കുന്നത് ഈ ഭൂമിയിൽ ചവിട്ടിയായതുകൊണ്ട് എൻ്റെ ഈ സമൂഹത്തിൽ ആളുകളുമായിട്ട് ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന സമ്പ്രദായം പുലർത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ട് എന്നെ ഇപ്പോഴും എൻ്റെ ഷർട്ടിന് പിടിച്ചിട്ട് എന്ത് വർത്താനമാണോ പറഞ്ഞത് എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ നാട്ടുകാർക്ക് ഞാൻ ഇപ്പോഴും കൊടുത്തിട്ടുള്ളതുകൊണ്ട്, ഞാൻ ആകാശത്ത് വീട് വെച്ച് താമസിക്കാത്തതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടായി അത് മറയ്ക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, തുടർന്നുള്ള ജീവിതത്തിൽ കഥയിലാണെങ്കിലും പല സത്യങ്ങളും പറയാതിരിക്കേണ്ട വരും. പറയുന്നതെല്ലാം സത്യം തന്നെയാണ്, പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റേണ്ട വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് സത്യത്തിൽ. അപ്പോൾ അങ്ങനെ അവർ എനിക്ക് അത്യാവശ്യം ചിലവിനൊക്കെ ഇടയ്ക്ക് പൈസ തരും, മദ്യമൊക്കെ കഴിക്കും. അങ്ങനെയാണ് ഈ തിരുനങ്കൈ എന്ന് പറയുന്ന ആ ഒരു ട്രെയിനിൽ കണ്ട് അന്താളിച്ച് നോക്കിയ ആ ഒരു വിഭാഗം, അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തെ അടുത്ത് കാണാനും അടുത്ത് മനസ്സിലാക്കാനും പറ്റിയത്. അത് കഴിഞ്ഞ് അവിടെ ഈ ഞാൻ പറഞ്ഞ എൻ്റെ ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, മദ്യപാനി ഒരു ദിവസം മദ്യപാനിക്ക് ഒരു പരിധി കഴിഞ്ഞാൽ മദ്യപാനി പിന്നെ സൊസൈറ്റിക്ക് എതിരാണ്, ഫാമിലിക്കെതിരാണ്, എനിക്ക് തന്നെ എതിരാണ്. എന്നെ ഇല്ലാതാക്കണം, ഈ സൊസൈറ്റി ഇല്ലാതാക്കണം, എൻ്റെ ഫാമിലി ഇല്ലാതാക്കണം. ഇതാണ് എൻ്റെ ആ മദ്യപാനി ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ റോട്ടിൽ കൂടി പിച്ചും പേയും പറഞ്ഞ് നടക്കുക, തെറി പറയുക, പുലഭ്യം എന്താ പറയുക, ഇല്ലാത്ത കഥകൾ പറയുക, ബഹളം ഉണ്ടാക്കുക, ഇടി ഉണ്ടാക്കുക. അങ്ങനെ എണീക്കുമ്പോൾ റൂമിലാണ്. അപ്പോൾ വിശന്നപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഷട്ടിൽ പൈസ ഒരു 60 രൂപ 70 രൂപ പൈസയുണ്ട്. നേരെ പാൻ്റ് ഇട്ട് ആ ഒരു പകുതി ബോധത്തിൽ പോയി. സൈക്കിള് കാണാണ്ടായപ്പോൾ ദേഷ്യമായി. ആ ഉള്ള പൈസയ്ക്ക് ഒരു ക്വാർട്ടറും കൂടി വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കിളി പോയിട്ട് അവിടെ ഉള്ള സൈക്കിളുകൾ, അവിടെ ഇങ്ങനെ വണ്ടികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്, അതെല്ലാം തള്ളിയിട്ട് തകർത്ത് അവിടെ ഉള്ള പെട്ടിക്കടക്കാരനുണ്ട്, അയാളെ കുറേ തെറി പറഞ്ഞ് ആ ഹൗസ് ഓണറെ അവരുടെ വീട്ടിൽ പോയി അടിച്ച് ബഹളം ഉണ്ടാക്കി അവിടെ നിന്ന് ഇറക്കി വിട്ടു. ട്രസ്റ്റ് അങ്ങനെ എൻ്റെ മദ്യപാനത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള എൻ്റെ 2 ഗുരുനാഥന്മാരാണ്. സിനിമ പഠിപ്പിച്ചതും നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചതുമായിട്ടുള്ള ഒരു ലെനിൻ, ഇപ്പുറത്ത് വേറൊരു ലെനിൻ. അപ്പോൾ ഈ ലെനിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഈ ലെനിൻ്റെ റൂമിലേക്ക് പോയാൽ അത് കുറച്ചും കൂടി വലിയ റൂമാണ്, ടി വി ഉണ്ട്. പുള്ളിക്ക് ഈ ശ്രീലങ്കൻ ബന്ധങ്ങളുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അളിയനാണ് ഒരു ഞാനുമായിട്ട് ബന്ധമുള്ള ഒരു പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ, സിനിമയിലെ നോവലും എഴുത്തുകാരനുമാണ്, സിനിമകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും കുറച്ച് ഈ ചേച്ചി പൈസയൊക്കെ ഇടയ്ക്ക് കൊടുക്കും. പിന്നെ അദ്ദേഹത്തിനൊരു കാമുകി ഉണ്ടായിരുന്നു, ശ്രീലങ്കൻ ലേഡിയാണ്. അവർ ചെന്നൈയിലുണ്ട്. അവരിടയ്ക്ക് വന്നിട്ട് അരി അത് ഇതൊക്കെ കൊടുക്കുക. അപ്പോൾ ഇദ്ദേഹം എന്നെ ഒരു അസിസ്റ്റൻ്റായിട്ട് ആ റൂമിൽ വെച്ചു. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകൾ ഞാൻ കഴിയുമ്പോൾ ഒരു 2 ഷർട്ട് என்ன இருக்குடா கோச்சிக்காத அது கொஞ்சம் பண்ணித்தരேன். அதுக்கு என்ன சார் நான் பண்ணுறேன். 2 ഷർട്ട് 4 ഷർട്ടായി, പിന്നെ ഫുൾ ഡ്രസ്സായി. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഇദ്ദേഹത്തിന് ക്വാർട്ടർ വാങ്ങിക്കലും ഇദ്ദേഹത്തിന് ഭക്ഷണം വയ്ക്കലും പിന്നെ പുള്ളിയുടെ ഞാൻ പരിപാടികൾ കേൾക്കലും. അപ്പോൾ പതുക്കെ ആ ഗുരു ശിഷ്യബന്ധം അകന്നു തുടങ്ങി. പിന്നെ പുള്ളിയുടെ കയ്യിൽ കാശ് കൃത്യമായിട്ട് വരുന്നില്ല, മദ്യം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അവിടെ നമ്മൾ പ്രതീക്ഷിച്ച് പോയ ഒരു പരിപാടി നടക്കാനുള്ള പുള്ളിയുടെ കെയർ ഓഫിൽ വേറെ പടങ്ങളൊന്നുമല്ല. പുള്ളി ലൊക്കേഷനിലേക്ക് പോകണല്ലോ. പുള്ളി ലൊക്കേഷനിൽ പോയാലാണല്ലോ നമുക്ക് എന്തെങ്കിലും ഗുണമുള്ളത്. പുള്ളി റൂമിൽ തന്നെ ആവുക.
പിന്നെ ഈ പുള്ളിയുടെ കാമുകിയുടെ വീട്ടിൽ ഇടയ്ക്ക് പോകുമ്പോൾ അവർ അരി തുണി അത് ഇതൊക്കെ തരും. അപ്പോൾ അതൊക്കെ ചുമന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ പതുക്കെ ഒരു ഇതായി. പിന്നെ ഈ മനുഷ്യൻ എണീറ്റ വഴി തന്നെ കുടിച്ചിട്ട് ആ ഇരുന്ന പായൽ തന്നെ ഇരുന്ന് തുപ്പും. അപ്പോൾ ഇപ്പുറത്ത് ഇവിടെ ഒരു പാവ വിരിച്ചിരിക്കുന്നു, ഇവിടെ ഒരു പാവ വിരിച്ചിരിക്കുന്നു, ഇങ്ങനെ ഡോറ്. അപ്പോൾ ഈ ഇവിടെ നിന്ന് എണീറ്റിട്ട് പുള്ളി അവിടെ നിന്ന് കാർക്കിച്ച് തുപ്പുക, ഈ തെറി വിളിക്കുക. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു, വിജിൽ എന്ന് പറഞ്ഞ്, വിജയകുമാർ ജഗദീഷ്. അവരും എൻ്റെ ജീവിതത്തിൽ, ചെന്നൈ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പോൾ വിജയകുമാർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് പോകാനും പാർക്കിൽ എവിടെയെങ്കിലും പോയി ഈ ആക്ടിങ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഓഫീസുകൾ അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞ് വിജയകുമാർ ഇടയ്ക്ക് വരും. അപ്പോൾ വിജയകുമാർ വന്നപ്പോൾ ഈ പുള്ളി ദോശ ചൂടാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ ദോശ ചുട്ടപ്പോൾ വിജയകുമാർ വന്ന് വെയിറ്റ് ചെയ്യാണ്, വിജയണ്ണൻ വന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ദോശ ചുട്ടിട്ട് ശരിയാവുള്ളൂ. അപ്പോൾ ഈ പുള്ളി എന്നെ നല്ലൊരു തെറി പറഞ്ഞപ്പോൾ ഉടക്കായി. അയാൾ എന്നെ ഇറങ്ങടാ അങ്ങനെ നല്ല തമിഴിൽ നല്ല തെറിയൊക്കെ പറഞ്ഞ് എൻ്റെ മേത്ത് പിടിച്ച് തള്ളി. ആ സമയത്ത് ഞാൻ എൻ്റെ കമ്മട്ടിപ്പാടം പുറത്ത് വന്നു. കമ്മട്ടിപ്പാടം അന്ന് അഭിനയിച്ചിട്ടില്ല, പക്ഷേ ഒറിജിനൽ കമ്മട്ടിപ്പാടം നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു ഭീകരനുണ്ട്, കുഞ്ഞുനാൾ മുതൽ ഇടി വെട്ടുകുത്തൊക്കെ കണ്ട് വന്നേക്കണ ആളാണ്. എന്നോടാണ് കളി. അവ ഞാൻ കൈകാര്യം ചെയ്തു. അപ്പോൾ അയാൾ അടിച്ച് കൊഞ്ചായി നിൽക്കുക. രാവിലെ തന്നെ 7 മണി കണ്ടായിട്ടുള്ളൂ. അയാൾ തള്ളിയപ്പോൾ തന്നെ അയാൾ വീണ് ടെറസിൻ്റെ മേളിൽ നിന്ന് വീണിരുന്നെങ്കിൽ എൻ്റെ ജീവിതം അവിടെ തീർന്നേനെ. പക്ഷേ അങ്ങനെ വീണില്ല, അയാൾ അവിടെ തന്നെ വീണു. ഞാനും ഡ്രസ്സൊക്കെ എടുത്തിട്ട് വിജയണ്ണൻ്റെ കൂടെ നേരെ പോന്നു. പിന്നെ അവിടെ നിന്ന് ജയാനന്ദ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ ഒരു ഫ്ലാറ്റുണ്ട്, അവനും അവൻ്റെ അനിയനുള്ളൂ. അപ്പോൾ അവിടെ 2 ദിവസം നിൽക്കാം എന്നുള്ള രീതിയിൽ പോയി. പക്ഷേ അവിടെ നിൽക്കാൻ സാധിച്ചില്ല. അവിടെ നിന്ന് നേരെ വീണ്ടും നാട്ടിൽ വരേണ്ട വന്നു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഈ നാട്ടിൽ വരലും തിരിച്ചു പോക്കും അത് കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് തീരുമ്പോൾ ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ അല്ലെങ്കിൽ എന്താ പറയുക കെട്ടിട നിർമ്മാണ തൊഴിൽ സൈറ്റുകളിൽ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിന് അങ്ങനെ പല കാര്യങ്ങളിലും പോവും. അങ്ങനെ പോയി കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കും. എന്നിട്ട് വീണ്ടും ചെന്നൈയിൽ വന്ന് സിനിമാഭിനയം അന്വേഷിക്കലും പഠിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കും. അപ്പോൾ ഈ ലെനിനായിട്ടുള്ള ഒരു പരിപാടി അവിടെ ലെനിനെ തല്ലിയിട്ടാണല്ലോ വന്നേക്കണം. ലെനിന് അവിടെ അത്യാവശ്യം സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർ എന്നെ ശരിയാക്കും എന്നുള്ള രീതിയിലൊക്കെ നിന്നെ അന്വേഷിക്കേണ്ട, നീ അവിടെ വടവളൻ്റെ ഭാഗത്തേക്ക് പോയാൽ നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ശരിയാക്കും മറ്റേ. അപ്പോൾ ടെൻഷനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നു. പിന്നെ ആ പ്രശ്നം അതങ്ങനെ പോയി. പിന്നീട് അത് ആരും എന്നെ അയാളെ വിളിക്കാനോ ഒന്നിനും ശ്രമിച്ചിട്ടില്ല. പിന്നെ ലെനിൻ്റെ ഒരു കാര്യം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് ഞാൻ സിനിമയിലൊക്കെ വന്ന് ഈ സുബ്രഹ്മണ്യ ശിവയുടെ ഓഫീസിൽ ഞാൻ പോകുമ്പോൾ ശിവ സാറിനെ കാണാനായിട്ട്, അതായത് നടനായി അത്യാവശ്യം എൻ്റെ ഗെറ്റപ്പൊക്കെ മാറി ഞാൻ എൻ്റെ സ്വന്തം കാറിൽ ചെന്നൈക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ ലെനിനെ ഞാൻ വീണ്ടും കാണുന്നു. ഞാൻ കണ്ടപ്പോൾ ഞാൻ ചെന്ന് അയാളുടെ കാലിൽ വീണു, അയാളെ കെട്ടിപ്പിടിച്ചു. കാരണം അയാൾ ഒരു മദ്യപിച്ച് ലക്ക് കെട്ട് എന്നോട് മോശമായി പെരുമാറി, അത് ശരിയാണ്. പക്ഷെ അതല്ലാതെ അയാൾ ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരുപാട് സഹായം അയാൾ, ഭക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അറിവുകളാണെങ്കിലും ഒക്കെ അയാൾ കുറേ കാര്യങ്ങൾ നമുക്ക് നല്ലത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളെ തല്ലിയതിൽ അല്ലെങ്കിൽ അയാളെ അങ്ങനെ ചെയ്തിട്ട് വന്നതിൽ ഒരു ഈ പറഞ്ഞ ഈ കുറ്റബോധം അത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ഷമ ചോദിക്കണമെന്ന് എന്തെങ്കിലും കാണുമ്പോൾ അയാളെ കാണുമ്പോൾ ക്ഷമ ചോദിക്കണം,
ഒന്ന് കെട്ടിപ്പിടിക്കണം മനസ്സിലുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് അവിടെ വെച്ച് കണ്ടു. അയാളുടെ കണ്ണുകളും നിറഞ്ഞു. പിന്നെ കൂടുതൽ സംസാരിക്കാൻ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ന്യായീകരണമൊന്നുമില്ല, അത്ര ചെയ്തോളൂ. പുള്ളിയും പറയല്ല നല്ല ഇറക്കിയ ശരി, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. പിന്നീട് ആ സൗഹൃദം പിന്നെ വളർത്താൻ അദ്ദേഹമോ അല്ലെങ്കിൽ ഞാനോ ശ്രമിച്ചിട്ടില്ല. ഞാൻ എൻ്റേതായ വഴിക്ക് ഇവിടെ സിനിമകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. 2019-20 അത് കൊറോണ ടൈമാണ് എന്ന് തോന്നുന്നു. പിന്നെ കേൾക്കുന്നത് അദ്ദേഹം മരണപ്പെട്ടു. അതങ്ങനെ ആ എപ്പിസോഡ് അദ്ദേഹത്തിൻ്റെ ഒരു അവിടെ അവസാനിച്ചു. പിന്നെ ചെന്നൈയിലെ അനുഭവങ്ങളെന്ന് പറയുന്നത് ലെനിൻ സാറിൻ്റെ, അതായത് എൻ്റെ ഗുരുനാഥൻ, ഇപ്പോൾ ലെനിൻ സാറിൻ്റെ കഥ പറഞ്ഞു നിർത്തിയത് സംഗീത സ്റ്റുഡിയോയിൽ ഗസ്റ്റായിട്ട് വരികയും അവിടെ നിന്ന് തന്നെ എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കണ്ട് ഫോൺ നമ്പർ തന്ന് ഞാൻ വിളിച്ചു, കുണ്ടത്തൂരിലാക്കി. അവിടെ നിന്ന് നമ്മുടെ തിയേറ്റർ ലാബിൽ കണക്ട് ചെയ്ത് തന്നു. പിന്നെ ഈ ജയറാവു സാറുമായിട്ട് പ്രശ്നമുണ്ടായല്ലോ, ഞാൻ മദ്യപിച്ച് ജയറാവു സാറിനെ തല്ലാനൊക്കെ കല്ലുമായിട്ട് പോയ ആ വിഷയം, അത് ലെനിൻ സാർ അറിയുകയും അങ്ങനെ കുടിയനെന്നുള്ളൊരു പേര് കിട്ടുകയൊക്കെ ചെയ്തു. പിന്നീട് പാടെ ലെനിൻ സാറിനെ ഒഴിവാക്കുന്ന ഒരു ഘട്ടം വന്നു. അത് കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അത് സാറ് മറക്കുകയും വീണ്ടും ആൽവാർപേട്ട വീട്ടിൽ വീണ്ടും താമസിക്കാൻ ഒരവസരം കിട്ടി. സാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട്, അല്ല അതിന് മുമ്പാണ്, ക്ഷമിക്കണം, അതിന് മുമ്പ്, അതായത് ഈ കുണ്ടത്തൂർ വീട്ടിലെ ഈ സ്ഥലം പാർട്ടീഷൻ നടക്കുന്നു. അപ്പോൾ ലെനിൻ സാറിൻ്റെ അവകാശമായിട്ട് ആൽവാർപേട്ടയിലുള്ള വീട് ലെനിൻ സാറും പിന്നെ സാറിൻ്റെ സിസ്റ്റർ ശുഷിയമ്മ അമേരിക്കയിലാണ്. അപ്പോൾ അവരുടെ വീടാണ് ആൽവാർപേട്ടയിലുള്ള. അപ്പോൾ ആൽവാർപേട്ട വീട്ടിലേക്ക് ഞാൻ മാറുന്നു. അവിടെ താഴത്ത് സാറ് മാത്രമേ ഉള്ളൂ. സാറിൻ്റെ വൈഫ് മാമി ഇവിടെ ആലപ്പുഴയിലാണ്, കേരളത്തിൽ, നമ്മുടെ ആലപ്പുഴയിലും തൃപ്പൂണിത്തുറയിലും വീടുണ്ട് അവർക്ക്. സാറിൻ്റെ മക്കളെ വിവാഹം ചെയ്ത ഒരാൾ ആ സമയത്ത് ആലപ്പുഴയിലായിരുന്നു തോന്നുന്നു, മൂത്ത ആൾ. രണ്ടാമത്തെ ചേച്ചി എളമക്കരയിലായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ഫാമിലി അങ്ങനെ. അപ്പോൾ ഈ ആൽവാർപേട്ടയിൽ സാറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സാറിൻ്റെ ഒപ്പം ഉള്ളൊരു താമസമായി. സാറിൻ്റെ എന്താ പറയുക, ഗുരുമുഖത്ത് നിന്ന് കാര്യങ്ങൾ പഠിക്കാം എന്നുള്ളത് സാറ് പറഞ്ഞ് അങ്ങനെ. അപ്പോൾ ഈ വെള്ളവടിയൊന്നും സാർ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഈ തിയേറ്റർ ലാബിലെ പ്രശ്നമൊന്നും നടന്നിട്ടില്ല, അതിന് മുമ്പാണേ. ഈ കൺഫ്യൂഷൻസ് വരും, ഇങ്ങനെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പറയുമ്പോൾ ഒരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്. ഓക്കെ, അങ്ങനെ ആൽവാർപേട്ട വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു നോർത്ത് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആണ് സാറിന്, അതായത് ഭീം സിംഗ് സാറിൻ്റെ മോനാണ്. അപ്പോൾ ഈ താഴത്ത് ലെനിൻ സാറ്, അതിൻ്റെ മേളിൽ നരേൻ സാറ്, ലെനിൻ സാറിൻ്റെ മൂത്ത ചേട്ടൻ, അവരുടെ ഏറ്റവും മൂത്ത ചേട്ടനാണ്. അദ്ദേഹം ഒരു ഗംഭീര കഥാപാത്രമാണ്. എന്താ പറയുക, ചിട്ടയായ ജീവിതത്തിൻ്റെ ഒരു ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. പിന്നെ അമ്മ ബ്രാഹ്മൺസ് ആയിരിക്കണം ആണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ ഭക്ഷണ രീതിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ ഒരു ബ്രാഹ്മണിക് രീതിയിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇപ്പുറത്ത് കണ്ണൻ സാറ്, ലെനിൻ സാറിൻ്റെ അനിയൻ, അതായത് നമ്മുടെ ഡയറക്ടർ ഭാരതിരാജ സാറിൻ്റെ ക്യാമറാമാൻ, അദ്ദേഹം ഇപ്പുറത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ബിൽഡിങ്ങാണ് അവരുടെ വീട്. അവിടെ ജോലിക്ക് ഒരു അമ്മ വരും. അവരൊരു കഥാപാത്രം, അവരുടെ പേരെനിക്ക് കൃത്യം ഓർമ്മയില്ല. അവർക്ക് സംസാരമില്ല, കേൾവിയില്ല. അവരാണ് അവിടുത്തെ ഈ പാത്രം കഴുകൽ, തുടയ്ക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഭക്ഷണം കുക്കിംഗ് സാറ് തന്നെ ചെയ്യും.
അപ്പോൾ അവിടെയാണ് ഞാൻ ഈ പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അടുക്കളയുടെ ഒരു ഉത്തരവാദിത്വം എനിക്ക് പതുക്കെ കിട്ടി. സാറിനെ കുക്കിംഗ് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഗുരുകുല സമ്പ്രദായം എന്നുള്ളൊരു രീതി തന്നെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവിടെ അടിച്ച് വരുമ്പോൾ ഇപ്പം ഇവിടെ அது இங்கெல்லாம் பெருக்குப்பா எல்லாம் நாசமாக இருக்குது பார்த்தா தெரில പെരുക്ക് പറയും. ചൂലെടുത്തുകൊണ്ട് വന്നിട്ട് ചൂലിന് സീമാറെന്ന് പറയുക. അപ്പോൾ പെരുക്ക് എന്ന് പറഞ്ഞാൽ അടിച്ചു വാരുക. അപ്പോൾ സീമാർ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു വാരി ഞാൻ ക്ലീനാക്കി കഴിഞ്ഞ് അടുത്ത ആ പണി തീർത്തു എന്നുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്നോട് ഇദ്ദേഹം ചോദിക്കും, പണിയാ മുഞ്ചിച്ചാ? മുഞ്ചിച്ചാ പണിട്ടാ? തണ്ണി എടുത്തിട്ട് വാങ്ങും, കുടിക്കാൻ വെള്ളം വാങ്ങും. അപ്പോൾ ഒരു ചെമ്പിൽ ഒരു മൊന്തയിൽ വെള്ളം കൊടുക്കും. അപ്പോൾ ഈ വെള്ളം അദ്ദേഹം ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ എന്നോട് തന്നിട്ട് ഞാനപ്പോൾ അത് കൊണ്ടു വയ്ക്കാൻ ഇല്ല, ഞാൻ തണ്ണി കുടിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം കുടിച്ചത് നമ്മളിങ്ങനെ മൊത്തി കുടിക്കാൻ പറ്റില്ലല്ലോ, മൊത്തി കുടിക്കില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കുടിക്കുമ്പോൾ കാണുന്നത് മാറാല, പിന്നെ പല്ലി, അത് ഇത് അങ്ങനെ ഒരു കുന്ന് വേസ്റ്റ് മേളിലിരിക്കുക. ഇവിടെയൊക്കെ താഴത്തൊക്കെ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് കാണിക്കാനാണ് എന്നോട് വെള്ളം കുടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം കുടിച്ച് കഴിഞ്ഞ് നോക്കിയോ, പുരിഞ്ചിച്ചാ എന്ന് ചോദിച്ചു, മനസ്സിലായോ എന്ന് ചോദിച്ചു. പുരിഞ്ചിച്ച എപ്പോഴും പണ്ണുമ്പോൾ അത് ഡീറ്റെയിലാக പണ്ണണം. അങ്ങനെ രാജീവ് ഏട്ടനെ കാണാനായിട്ട് ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് ബസ് കയറി കടവന്ത്ര ജംഗ്ഷനിൽ ബസ് ഇറങ്ങി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടി ഒരു ഏകദേശം ഒരു അര കിലോമീറ്റർ അല്ലെങ്കിൽ 3/4 കിലോമീറ്റർ നടന്ന് റൈറ്റ് സൈഡിലായിട്ട് അഡ്രസ്സും വീടിൻ്റെ നമ്പർ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ആദ്യത്തെ ഓഫീസ്. അവിടെ ചെന്നപ്പോൾ ഒരു ചേച്ചി ആണ് അവിടെ. ചേച്ചി 1-2 പേരുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞിട്ട് സുജിത്ത് പറഞ്ഞിട്ട് ഒന്ന് ഫോട്ടോ രാജീവേട്ടൻ, അകത്തുനിന്ന് രാജീവേട്ടൻ തന്നെ ഇറങ്ങി വരുന്നു. എടോ എന്താ പേര്? മണി. അങ്ങനെ വർത്തമാനം പറഞ്ഞ് സിഗരറ്റ് വലിക്കുമെന്ന് ചോദിച്ചു.